ഫസ്റ്റ് റൗണ്ട് ഫൈറ്റ്സിലൊക്കെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് ഈസിലി കീറുന്നുണ്ട്. ഒന്നിനും ഒരു കംപ്ലീറ്റ് ഫിനിഷ് ഇല്ല. അതായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. ദാറ്റ് വാസ് വൺ തിങ് ഐ വാസ് വെരി ഷുവർ ഓഫ്. അത് ആൻഡ് പ്ലസ് എൻ്റെ ഒരു മെയിൻ തിങ് ഇസ് എൻ്റെ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ സോർട്ട് ഓഫ് തിങ്കിങ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ കൂടുതൽ. ഇപ്പോഴാണ് ഐ എം ഡിസ്കവറിംഗ് എ ലോട്ട് ഓഫ് ഇന്ത്യൻ കഴിഞ്ഞ എൻ്റെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സമയം തൊട്ട് സ്കൂളിലൊക്കെ ആയിരുന്നു കൂടുതലും വെസ്റ്റേൺ ഫിലിംസ് ഒക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ I needed their help was to in a way മലയാളിഫൈ ദിസ് ഈ ഒരു ലോകം. കാരണം ഞാൻ എങ്ങാനും റെഫറൻസസ് കൊടുക്കാൻ തുടങ്ങിയാലും ഭയങ്കര വെസ്റ്റേൺ ആയി പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പൊ സുനിലേട്ടനൊക്കെ എക്സ്പെർട്ടീസ് കാണുന്ന ലൈക്ക് ഹൗ കെൻ യു ബ്രിങ് നമ്മുടെ ചുറ്റുമുള്ള എലിമെന്റ്സ് ഒക്കെ എങ്ങനെ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മെൽവിയുടെ കേസിലൊക്കെ ആണെങ്കിലും വെട്രി റോഷന്റെ കോസ്റ്റ്യൂം തെയ്യം ആണ്. എല്ലാവരുടെയും കോസ്റ്റ്യൂംസിന് ഹി ഡ്രോൺ ഔട്ട് പിക്ചേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് ഫോർ മീ ടു ഷോ ഏതൊക്കെ എലിമെന്റ്സ് ഏതിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ. പിന്നെ തെയ്യത്തിന് ആ ഒരു കണ്ണിൽ വെക്കുന്ന സാധനമൊക്കെ ഇല്ല, അതൊക്കെ പുള്ളിയുടെ ഒരു ഫോട്ടോഷൂട്ടിലുണ്ടായിരുന്നു. സിനിമയിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അത് 2 ടേബിൾ സ്പൂൺസ് വെച്ചിട്ടാണ് പുള്ളി അതിങ്ങനെ ഹി ബെൻറ്റ് 2 ടേബിൾ സ്പൂൺസ് കണക്റ്റഡ് അതിലൊരു ഓട്ടം ഉണ്ടാക്കിയിട്ടാണ് മറ്റേ തെയ്യം പോലത്തെ ഒരു സാധനമൊക്കെ ചെയ്തത്. ഹി took that brief so beautifully and adapted it into his costume design. അങ്ങനെ അതേപോലെ തന്നെയായിരുന്നു സുനിലേട്ടന്റെ കേസും. പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി ഒരു ഫിനിഷ്ഡ് ഫീൽ ഒക്കെ വരാം. അതിനുശേഷമാണ് പണ്ട് WWE സ്മാക്ക് ഡൗണിൽ ഉണ്ടായിരുന്ന ഫിസ്റ്റ് ഒക്കെ നമ്മുടെ സിനിമയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിശാഖ് ഇത് തല്ലി പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു ഹാമർ വെച്ച് അത് ഇരിക്കുമ്പോൾ പണ്ട് സ്മാക്ക് ഡൗൺ തുടങ്ങിക്കൊണ്ടിരുന്നത് ആ ഫിസ്റ്റിന്ന് ഇങ്ങനെ സ്പാർക്സ് വന്നത്. അതേപോലെ ആ ഇറ്റ്സ് ടൈം ഫോർ ദി ഒടുക്കത്തെ ഫൈറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫൈനൽ മെയിൻ ഇവന്റ് തുടങ്ങുന്ന പോലെയാണ് അതും ആ ഒരു ബിഗിനിങ് ഓഫ് ദി ക്ലൈമാക്സ് ഒക്കെ തുടങ്ങുന്നത്. ഈ ശരിക്കും സിനിമ കണ്ടേണ്ട ആളുകൾ ചോദിച്ച ഏറ്റവും വലിയ 2 ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന്, എന്തുകൊണ്ട് ഇത് ഫ്രൈഡേ നൈറ്റിലേക്ക് എത്തിച്ചില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഭയങ്കര വാലിഡ് ആയിട്ട് തോന്നിയത് ടെക്നിക്കലി ഭയങ്കര അപ്ലിഫ്റ്റ് ആയിട്ട് അത് എടുക്കാറുന്നില്ലേ എന്നുള്ള ഒരു കാര്യമായിരുന്നു. ശരിക്കും എന്താ ഫ്രൈഡേ നൈറ്റിലേക്ക് അത് എത്തിക്കാതിരുന്നത്? സോ മെയിൻലി ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ദ സ്റ്റോറി എന്റെ മനസ്സിൽ അതൊരു ഷോ അല്ല, അതൊരു ഭയങ്കര ഒരു റിയൽ ഫൈറ്റ് തന്നെയാണ്. ദാറ്റ് 2 ബ്രദേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ഒരാൾക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല, സാവിയോ എന്നുള്ള ഒരു ക്യാരക്ടർ. ദാറ്റ്സ് വൈ ക്ലൈമാക്സ് തുടങ്ങുന്നതിന് മുമ്പ് സാവിയോ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇതിനൊന്നും ഇല്ല, ഞാൻ വെട്രീന്റെ അടുത്ത് എങ്ങനെയും എനിക്കൊന്ന് സംസാരിക്കണം, അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം ദാറ്റ് ഇത് പറ്റിപ്പോയി എന്നൊക്കെ, ആ ഒരു മിസ്റ്റേക്ക്. വെയറാസ് വെട്രീനെയും റൈറ്റ് ബിഫോർ ദ ക്ലൈമാക്സ് നമ്മൾ കാണിക്കുന്നത് ഇസ് ദാറ്റ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട്സ് വരുന്നുണ്ട്. റാഫി സാറിന് ഫൽഗു ക്യാരക്ടറായിട്ട് സംസാരിച്ചതിന് ശേഷം ഓക്കെ ശരിയാ ഫൽഗു ആശാൻ പറയുന്നു ഒന്നും വേണ്ട, കൊച്ചിനെ പറ്റി ഒന്ന് ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹീസ് തിങ്കിങ് ശരി കൊച്ചിനെ കൊണ്ട് എവിടെയെങ്കിലും പോയാലോ, ലൈക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് കൊച്ചു മാത്രം മതി. എന്നിട്ടാണ് ആ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കുന്നത് മറ്റേ അപ്പനല്ലേ മോളെ ബാ എന്നൊക്കെ പറയുമ്പോൾ അതിന് നിങ്ങളല്ലല്ലോ അപ്പൻ. ആ ഒരു പെറ്റേണിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഒരു ഫൈനൽ ആ ഒരു സ്റ്റാബ് ഇൻ ദ ഹാർട്ട് പോലെ ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം ഇമാജിൻ ദാറ്റ്സ് ഹാപ്പനിങ് ഓൺ വെൻസ്ഡേ ആഫ്റ്റർനൂൺ. അതിനുശേഷം വെട്രിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫുൾ റേജ് ആണ്, ഇവനെ എനിക്ക് തീർത്തേ പറ്റുള്ളൂ. അതിന് ഇപ്പൊ സാവിയുടെ അടുത്തേക്ക് പോയാൽ നടക്കില്ല, ഫ്രൈഡേ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അതും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അവന് ഫൈറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നും എനിക്കറിയാം. അപ്പൊ അവനെ എങ്ങനെയാണ് കൊണ്ടുവരിക ഇങ്ങോട്ടേക്ക്? അതുകൊണ്ടാണ് വെട്രി ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ റിംഗ്. ഹീ സിറ്റ്സ് ഡൗൺ ഇൻസൈഡ് ദ റിംഗ് ആൻഡ് ഹീ സേസ് നിങ്ങൾക്ക് ഈ ഷോ നടത്തണമെങ്കിൽ, നിങ്ങളൊക്കെ ലൈവ്സ് മുന്നോട്ട് പോകണമെങ്കിൽ സാവിയോ ഇതിനകത്തേക്ക് കയറണം. അങ്ങനെയാണ് പിന്നെ ആ ഒരു ക്ലബും വിശാഖ് പൊളിക്കാൻ തുടങ്ങുമ്പോൾ സാവിയോ അങ്ങനെ വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ട് ഹി കംസ് ഇൻ ഫോർ ദാറ്റ് ഫൈനൽ ഫൈറ്റ്. എന്നിട്ടാണ് സാവിയോന്റെ ഒരു വേറൊരു സൈഡും നമ്മൾ പിന്നീട് കാണിക്കുന്നത്. ദാറ്റ് ഇറ്റ് വാസ് അതിന്റെ ഒരു റിയാലിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഇമോഷൻസ് ആ ഒരു അടുത്തൊരു ഫ്രൈഡേ ഫൈറ്റ് ആയിട്ട് കാണിക്കായിരുന്നു. പക്ഷെ അത് പിന്നെയും ഒരു ഷോ പോലെ തന്നെ ഫീൽ ചെയ്തിരുന്നു. അതിലെ ഇമോഷൻസും കുറച്ചൊരു ഷോ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അത് എനിക്ക് പേഴ്സണലി അത് ഐ വുഡന്റ് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതുകൊണ്ടായിരുന്നു മേക്ക് ഇറ്റ് വെരി റിയൽ, വെരി ഗ്രിറ്റി. അതുകൊണ്ട് തന്നെയായിരുന്നു ഫൈറ്റ് സാവി അവിടെ എത്തിയെന്ന് നാട്ടുകാർ അറിയുമ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി അങ്ങ് ഓടുന്നത്. അതിന്റെ ഒരു ബിൽഡപ്പ് ആണ് ദാറ്റ് ദിസ് ഇസ് വെരി റിയൽ ഫൈറ്റ്. എന്ത് പറ്റും, നമ്മുടെ പിള്ളേരാണ് ഇവന്മാരും, നമ്മുടെ ബോയ്സ് ആണ്, അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഭയങ്കര ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഓടുന്നത്. അത് ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് ബീൻ ഏബിൾ ടു ക്രിയേറ്റ് ദാറ്റ് സോർട്ട് ഓഫ് ഒരു റിയാലിറ്റി, അത്രയും ഒരു ഇമോഷൻ
വിത്ത് ജസ്റ്റ് ഫ്രൈഡേ ഫൈറ്റ്. പിന്നെ വന്നത് ഈ മമ്മൂക്കയുടെ ക്യാമിയനെ പറ്റി പറയുമ്പോൾ സിനിമ കഴിഞ്ഞ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ മമ്മൂക്കയുടെ ഫോട്ടോസ് ഭയങ്കര അധികം ലീക്കായിരുന്നു. ആ ഫോട്ടോസ് ലീക്കായത് ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന കാര്യം. കാരണം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം പുറത്ത് ലീക്കാവുന്നു, ഇൻക്ലൂഡിങ് സീൻസ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ സീൻസിന്റെ ക്രിറ്റിസിസം നേരെ വന്നത്. സോ ഇത് രണ്ടും ശരിക്കും എങ്ങനെ ആസ് എ ഡയറക്ടർ കുറച്ച് ദിവസത്തേക്ക് അത് ഭയങ്കരമായിട്ട് മെന്റലി അത് എന്തോരം എഫക്ട് ചെയ്തിട്ടുണ്ട്? സോ എനിക്ക് ഈ ക്യാമിയോന്റെ കേസ് നമ്മള് നമ്മുടെ ടീമിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മള് ടീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഓപ്പൺ സീക്രറ്റ് പോലെ തന്നെ ആയിരുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് കൺഫേം ചെയ്യാണ്ടിരിക്കുക, വി ഹാവ് ഫൺ വിത്ത് ഇറ്റ്. ആൾക്കാർ അങ്ങനെ ഒന്ന് ടീസ് ചെയ്യാം, പക്ഷെ അവർക്കും അറിയാം, നമുക്ക് അറിയാം, ദേ വിൽ കം, they want to see the big M on screen. എനിക്കറിയായിരുന്നു, ഐ ഹാഡ് എ ഫീലിംഗ് ദാറ്റ് ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു വരുമായിരിക്കും. അപ്പൊ നമ്മുടെ തിയേറ്റർ വിസിറ്റ്സിലൊക്കെ നമ്മൾ ഒരു തിയേറ്ററിൽ പോകുമ്പോഴും നമ്മൾ നേരത്തെ അവിടെ എത്തുമായിരുന്നു. അപ്പൊ ഒരു ക്ലൈമാക്സ് ഒക്കെ ഒന്ന് ഫുൾ കാണും. അപ്പൊ നമുക്കവിടെ സീൻ വരുമ്പോ തന്നെ ആൾക്കാർ ഇങ്ങനെ ഫോൺസ്, ഇറ്റ് വാസ് സർപ്രൈസിങ്. പക്ഷെ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ ഐ വാസ് നോട്ട് വെരി സർപ്രൈസ് ഓൾസോ. പക്ഷെ എന്നാലും ഐ വിഷ് ദറ്റ് മോസ്റ്റ് പീപ്പിൾ ഗോട്ട് ടു വിറ്റ്നസ് ഇറ്റ് ഓൺ ദ ബിഗ് സ്ക്രീൻ ഫോർ ദ ഫസ്റ്റ് ടൈം. കാരണം ഒരു ക്രൗഡിന്റെ ഒപ്പം വേറെ ഫീലിംഗ് തന്നെയാണ്. ബട്ട് യു ലിവ് ആൻഡ് ലേൺ. ആ ഒരു രീതിയിൽ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി നടന്നു. ക്രിറ്റിസിസം പോയിന്റ് ഓഫ് വ്യൂല് ശരിക്കും അതെങ്ങനെ ആസ് എ ഡയറക്ടർ കാണുന്നത്? ക്രിറ്റിസിസം പോയിന്റ് ഓഫ് വ്യൂല് എൻ്റെ അടുത്ത് ഇതേ പ്രശ്നം ഇപ്പൊ ഒബ്വിയസ്ലി കുറച്ച് ഹാഷ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ഓൺലൈൻ. അതേപോലെ എൻ്റെ അടുത്ത് അറിയുന്നവരും അറിയാത്തവരും നേരിട്ട് വന്ന് ഇതേ സാധനം എൻ്റെ അടുത്ത് ഒരു ഹെൽത്തി ക്രിറ്റിസിസം ഫോമിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ പോസിറ്റീവ് വേ ഐ സീ ദിസ് ഇൻ ഇസ് ദാറ്റ് പടത്തിന്റെ ഒരു 90% ഏകദേശം ആൾക്കാർക്ക് വർക്ക് ആയി എന്ന് പറയുന്നു. ഒരു 10% പ്രശ്നങ്ങൾ കാണും. ഇറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം ഓൾസോ ആഫ്റ്റർ ഓൾ. സോ ഇതൊക്കെ ഞാൻ at the end of the day ഞാൻ ലെസൺസ് ആയിട്ട് തന്നെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. That's how I want to see it also. For me to take, to better understand the audience, to apply that in my next few scripts and then present something even better than this. ആ ഒരു ലെസൺ ആയിട്ട് തന്നെ അത് കാണാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര പേഴ്സണലി എടുക്കാൻ പോയാലും അൺഹെൽത്തി ആയിരിക്കും. പിന്നെ നമ്മളൊരു ഭയങ്കര ഡിപ്രസീവ് സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നു. റൈറ്റ് നൗ ഐ എം സ്റ്റിൽ ഇൻ എ സ്റ്റേറ്റ് വെയർ ഐ എം ഹാപ്പി വിത്ത് ദ ഓവറോൾ റിസെപ്ഷൻ. I can't wait to jump into the next. ആ ഒരു സ്പേസിലാണ്. മമ്മൂക്കയുടെയും സപ്പോർട്ടും ഒക്കെ ത്രൂ ഔട്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴും 2-3 ദിവസം മുമ്പ് കാണുമ്പോഴും ഇവിടെ കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഓവറോൾ ഈ ശരിക്കും ഇപ്പൊ ലാലേട്ടന്റെ ഏറ്റവും എക്സൈറ്റിംഗ് സ്റ്റേജിലാണ് ലാലേട്ടന്റെ കരിയറിൽ ഉള്ളതെന്നാണ് നമ്മൾ പറയാ. ലാലേട്ടനോട് ആക്ച്വലി കഥയൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു ഏകദേശം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സം ഓഫ് മൈ സ്ക്രിപ്റ്റ്സ് ഒക്കെ ഞാൻ ദയവായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് ഓൾ ദാറ്റ്. ഞാൻ ആക്ച്വലി ആക്ടേഴ്സിൻ്റെ അടുത്ത് ആദ്യം പിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റിന്റെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സ്റ്റോറിയുടെ തന്നെ പഴയ വേർഷൻ എനിക്കൊരു സ്ക്രിപ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഐ ഡോണ്ട് നോ ഹൗ ടു പിച്ച് സ്റ്റോറീസ് ആൻഡ് ഓൾ പ്രോപ്പർലി. ഐ ജസ്റ്റ് അസ്യൂം ദാറ്റ് ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പൊ ഞാൻ ഒരു അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ദിവസം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അപ്പോൾ യൂസ് ആസ്കിങ് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു കഥയുണ്ട്, ലൈക്ക് കൻ ഐ ടെൽ യു എ ബിറ്റ് അബൌട്ട്. പറഞ്ഞു ഫാമിലി ഇങ്ങനൊരു റെസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ്. ഞാനും ചേട്ടന്മാരൊക്കെ പണ്ട് ഇങ്ങനെ കുത്തി പറയത്തില്ലല്ലോ. ഓക്കെ ശരി. അപ്പം ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് ക്ലബ്ബ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കോസ്റ്റ്യൂംസ് ഒക്കെ, എന്ത് കോസ്റ്റ്യൂംസ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി പുള്ളിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി.